ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിലിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ചേന്നപ്പാറ മുകൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് ശേഷം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിൽ ഖബറടക്കും. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. സുബിൻ ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, വിവരങ്ങൾ എന്താണ്? ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. 2 മണിയോടുകൂടി ഈ ചേന്നാപ്പാറ മുകൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിക്കും. 1 മണിക്കൂറോളം ഈ ഒരു പൊതുദർശനം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം മുണ്ടക്കയം വരിക്കാനി പള്ളിയിൽ മൃതദേഹം ഖബറടക്കും. പ്രധാനമായും ഈ ചേന്നാപ്പാറ മുകൾ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ ജോലി ചെയ്യുന്നതിനായും മറ്റ് പണികൾക്കായും ഈ സോഫിയ എത്തിയിരുന്നത്. കൂടുതലായും സോഫിയുമായി ബന്ധപ്പെട്ട് സോഫിയയുടെ സുഹൃത്തുക്കളും മറ്റ് വേണ്ടപ്പെട്ട ആളുകളെല്ലാം തന്നെയുള്ളത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെന്നപ്പാറ മുകൾ ത്വാജ ജുമാ മസ്ജിദിൽ ഈ പൊതുദർശനം നടത്താൻ ബന്ധുക്കൾ തീരുമാനിച്ചത്. 2 മണിയോടുകൂടി ഇവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും മറ്റ് വ്യക്തികളും എല്ലാം തന്നെ ഇവിടെ പൊതുദർശനത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് ഈ കൊമ്പൻപാറ നടന്നത്. പ്രധാനമായും ഇന്നലെ 6 മണിയോടുകൂടിയാണ് ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കുളിക്കുന്നതിനായി വീടിനോട് ചേർന്നുള്ള ഒരു അരുവിയിൽ എത്തിയതായിരുന്നു. അവിടെ മകളെ കുളിപ്പിച്ച്, ഭിന്നശേഷിക്കാരിയായ മകളെ കുളിപ്പിച്ച് വീട്ടിൽ കയറ്റിവിട്ട ശേഷം തിരികെ ഇറങ്ങി വന്ന് കുളിക്കാനായി തുടങ്ങുമ്പോഴാണ് ഈ കാട്ടാന അവിടേക്ക് വരുന്നത്. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം സോഫിയ നടത്തിയെങ്കിലും കാട്ടാന സോഫിയെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി എടുക്കുകയും എറിയുകയുമായിരുന്നു. ഇതിനുശേഷം ദേഹത്ത് ചവിട്ടി സമീപത്തെ മറ്റൊരു പാറയിടുക്കിലേക്ക് എറിയുകയും ചെയ്തു. ഇതിനുശേഷം ഈ സോഫിയയെ കാണാതായതോടുകൂടി മകൻ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഒരു അരുവിയോട് ചേർന്നുള്ള ആ ഒരു സ്ഥലത്ത് മരിച്ച നിലയിൽ സോഫിയയെ കാണുന്നത്. ഉടൻ തന്നെ പിതാവിനെയും വിവരമറിയിച്ചു. തുടർന്നാണ് ഇത് പുറം ലോകം അറിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉടലെടുക്കുകയുണ്ടായി. പ്രധാനമായും ഈ മേഖലയിലെ കാട്ടാന ശല്യം ഏകദേശം 2 വർഷത്തോളമായി തുടർച്ചയായി 30-ലധികം കാട്ടാനകളാണ് ഈ ടി.ആർ.ആൻഡ് എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് എത്തുന്നത്. അപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ ഒരു ശാശ്വത പരിഹാരം, ഈ ആനക്കൂട്ടത്തെ കാട്ടിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണം, ഇവിടേക്ക് കടന്നു വരാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു ആവശ്യം മുമ്പോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴെല്ലാം അവർ ഈ പ്രതിഷേധങ്ങളിൽ ഒതുക്കുകയായിരുന്നു. ഇതിനിടെയാണ് സോഫിയയുടെ മരണം ഉണ്ടാകുന്നത്. ഇതോടുകൂടി ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെയാണ് പൊട്ടി. ഈ സോഫിയയുടെ മൃതദേഹം എടുത്തു മാറ്റണമെങ്കിൽ ജില്ലാ കളക്ടർ സ്ഥലത്ത് നേരിട്ട് എത്തണം എന്നുള്ളതായിരുന്നു എത്തണമെന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. ഇതനുസരിച്ച് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുന്നത്. 6 മണിയോടുകൂടി അപകടം നടക്കുന്നു. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുന്നത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഈ ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും ചർച്ച നടത്തിയ ശേഷം 1:30 സോഫിയയുടെ മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രതിഷേധം കെട്ടടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ മൃതദേഹം അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചത് ഈ സോഫിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറ്റം ചെയ്യുമെന്നും അതുപോലെ സോഫിയയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കാം, അതിനുവേണ്ട ശുപാർശ നൽകാം എന്നുള്ള ആ ഒരു ഉറപ്പിന്മേലാണ് ഈ ഒരു മൃതദേഹം അവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചത്. പ്രധാനമായും ഈ ചേനാപ്പാറയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി, അതായത് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. 3 കുടുംബങ്ങളാണ് ഈ സോഫിയയുടെ കുടുംബത്തിനോടൊപ്പം 3 കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 3 കുടുംബങ്ങളും പലപ്പോഴും വലിയ ഭീതിയിലാണ് അവിടെ കഴിയുന്നത്. പ്രധാനമായും ഈ കാട്ടാന ശല്യം, അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളെല്ലാം തന്നെ ആ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യം. കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നിയും പുലിയും കടുവയും എല്ലാം ആ മേഖലയിൽ എത്തിയിരുന്നു. അതിന്റെ ഒരു ഭീതി അവിടെ ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇവർ വളർത്തിയിരുന്ന പശുക്കളെയും ആടുകളെയും അതുപോലെ തന്നെ മറ്റ് വളർത്തുമൃഗങ്ങളെയും എല്ലാം ഈ വന്യമൃഗങ്ങൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രത്തോളം ഭീതിയിലാണ് ആ കുടുംബം അവിടെ കഴിഞ്ഞിരുന്നത്. ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും സർക്കാർ തലത്തിലുമെല്ലാം ചെന്നപ്പോഴെല്ലാം ഇവർക്ക് തികഞ്ഞ അവഗണന മാത്രമാണ് ലഭിച്ചത്. പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് കൊമ്പൻപാറ മേഖല കേന്ദ്രീകരിച്ച് 30-ലധികം കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യമൃഗ ശല്യം രൂക്ഷമായതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബാക്കിയുള്ളവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊല്ലപ്പെട്ട സോഫിയയ്ക്കും
കുടുംബത്തിനും ഉൾപ്പെടെ അവിടെ താമസിക്കുന്ന ആ മറ്റു 3 കുടുംബങ്ങൾക്ക് മാറിപ്പോകാനോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാഹചര്യമോ സാമ്പത്തികമോ ഇല്ലാത്തതിനെ തുടർന്നാണ് അവർ അവിടെ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് 3 മാസം മുമ്പാണ് ഇവർക്ക് ലൈഫ് മിഷൻ മുഖാന്തരം ലഭിച്ച വീടിന്റെ പണി പോലും പൂർത്തീകരിച്ചത്. പക്ഷേ അടച്ചുറപ്പുള്ളൊരു വീട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഭിന്നശേഷിക്കാരിയായ ഒരു മകളുണ്ട്. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് നിൽക്കുന്നത്. പ്രധാനമായും ഈ കാട്ടാന ഇന്നലെ എത്തിയ സമയത്ത് തന്നെ ഈ സോഫിയയുടെ ഭർത്താവ് ഇത്തരത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വിവരം അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു.